Hey, how are you? Are you fine? Okay. Today we study about EVS. What is EVS? EVS is Environment Study. എല്ലാവരും സുഖാണോ? എന്തൊക്കെ കുറേ ദിവസമായല്ലോ നമ്മൾ കണ്ടിട്ട്. ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നിട്ട്. ഹാപ്പിയാണോ? ആണല്ലേ? നമ്മൾ EVS പഠിച്ചിട്ടേ ഇല്ലല്ലോ ഒരു മാസമായിട്ട്. ബാക്കിയുള്ള വിഷയങ്ങൾ 5 ദിവസം നിങ്ങൾ വിഷയങ്ങളൊക്കെ പഠിച്ചു. ഇനി ഒരു ദിവസം കൂടി നമുക്ക് EVS പഠിക്കാനുള്ള ഒരവസരം. പുസ്തകം കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇപ്പം എല്ലാവർക്കും ഇനി പുസ്തകമൊക്കെ കിട്ടി. അപ്പോൾ നമുക്ക് പാഠഭാഗമൊക്കെ തുടങ്ങാനായി. വാട്ട് ഈസ് EVS? എന്താ EVS? പരിസ്ഥിതി പഠനം. EVS is the study about the living things and non-living things. ജീവനുള്ള വസ്തുക്കളെ കുറിച്ചിട്ടും ജീവനില്ലാത്ത വസ്തുക്കളെ കുറിച്ചിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളാണ് EVS. Our first chapter is Poonam's Day Out. Poonam is a small girl. One day Poonam has fever. She said her mother, "Mom, please let me go to school. I am getting bored." Her mother replied, "You have fever. Go outside and lay down on the cot." Her mother replied. Poonam fell asleep on the cot. Suddenly, something fell on her face. Poonam woke up and touched her cheek. Oh no, whose mischief is? Is it a crow or the pigeon? It seems it's a crows. പൂനം ഒരു ചെറിയ കുട്ടിയാണ്, ഒരു പെൺകുട്ടി, നിങ്ങളെ പോലെയുള്ള പെൺകുട്ടി. ആ ഒരു 2 ദിവസമായിട്ട് സ്കൂളിലേക്ക് പോയിട്ടില്ല. സ്കൂളിൽ പോവാഞ്ഞാൽ എന്താ, കൂട്ടുകാരായിട്ട് കളിക്കാൻ പറ്റില്ല, നമുക്ക് വീട്ടിലിരുന്നാൽ ബോറടിക്കില്ലേ? അതേപോലെ പൂനത്തിന് ബോറടിച്ചു തുടങ്ങി. സ്കൂളിലേക്ക് പോട്ടെ എന്ന് ചോദിക്കാൻ അമ്മോട് വീട്ടിലിരുന്ന് മടുത്തു. അപ്പൊ അമ്മ പറഞ്ഞു, നിനക്ക് പനി മാറിയിട്ടില്ലല്ലോ, വേണമെങ്കിൽ കുറച്ച് സമയം പുറത്തു പോയിട്ട് കിടന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ പുറത്തു പോയിട്ട് ഇങ്ങനെ കിടന്ന സമയത്ത്, സിറ്റ് ഔട്ടിൽ കിടക്കുന്ന സമയത്ത് മുഖത്തേക്ക് എന്തിൻ്റെയോ ഒരു കാഷ്ടം വീണു. അപ്പൊ നോക്കിയത് എന്തിൻ്റെയാ, പ്രാവിൻ്റെ ആണോ കാക്കയുടെ ആണോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. Then she looked up and she saw many animals on the tree. പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് ഒരു മരത്തിന്റെ മുകളിൽ നിറയെ അനിമൽസ് ഉണ്ട്. ക്രോ, ആൻസ്, പാരറ്റ്, ബട്ടർഫ്ലൈസ്, സ്ക്വിറൽ, പീജിയൻ, മങ്കി, സ്പാരോ, മെനി അനിമൽസ്. പുറത്തേക്ക് ഇറങ്ങി നോക്കിയ സമയത്ത് ധാരാളം മൃഗങ്ങളൊക്കെ ഒരു മരത്തിന്റെ ചുവട്ടിൽ, വീടിന്റെ മുറ്റത്ത് ഒരു വലിയ മരമുണ്ട്. ആ മരത്തിന്റെ മുകളിൽ ധാരാളം മൃഗങ്ങൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അനിമൽസ്. വാട്ട് ഈസ് അനിമൽസ്? അനിമൽസ് പറഞ്ഞ ജീവികൾ. അനിമൽസ് ആർ ലിവിങ് തിങ്സ് that can breathe, grow and can move from one place to another. Some lay eggs and some give birth to young one. അനിമൽസ് പറഞ്ഞ ജീവികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിവിങ് തിങ്സ് ആണ്. ജീവനുള്ള വസ്തുക്കളെയൊക്കെ നമ്മൾ ജീവികൾ എന്ന് പറയും. അവയ്ക്ക് ശ്വസിക്കാൻ കഴിയും, വളരുന്നു, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ചലിക്കാൻ സാധിക്കും. ചില ജീവികള് മുട്ടയിടുന്നു, ചില ജീവികള് പ്രസവിക്കുന്നു. അങ്ങനെ അതാണ് ജീവനുള്ള വസ്തുക്കൾ പറഞ്ഞ ജീവികൾ എന്ന് പറഞ്ഞാൽ അനിമൽസ്. അപ്പോൾ മരത്തിന്റെ മുകളിൽ നിറയെ അനിമൽസ് ഉണ്ട്. ഈ അനിമൽസ് എന്തൊക്കെ ആയിരിക്കാം? കുറേ എണ്ണം ഉണ്ട്. അതിൽ ചില എണ്ണത്തിനെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് പുസ്തകത്തിൽ ഇതുണ്ട്. നമുക്കൊരു ചോദ്യവും വരുന്നുണ്ട് പുസ്തകത്തിൽ തന്നെ. നിങ്ങൾ എല്ലാവരും ഇതിന്റെ ആൻസർ ചെയ്തോളണം. കണ്ടോ, ധാരാളം മൃഗങ്ങളുണ്ട്, ഈ ജീവികളുണ്ട്. ഈ ജീവികളുടെ ഒക്കെ പേരുകൾ നമ്മൾ
നോട്ട് ബുക്കിലേക്കും ടെക്സ്റ്റ് ബുക്കിലെ വർക്കിലും ഒക്കെ അനുസരിച്ചിട്ട് ചെയ്യണം. നമ്മൾക്ക് കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത്ര ദിവസം നമ്മൾ ചെയ്യാതിരുന്നത്. Then Poonam picked up a leaf from the ground and whipped her cheek with it, but her cheek was still sticky. She thought, let me go and wash my face in the nearby pond. ഒരു ഇല കഷ്ണം എടുത്തിട്ട് താഴെ വീണ ഒരു ഇല എടുത്തിട്ട് മുഖത്ത് ഈ കാഷ്ടം ഇങ്ങനെ തുടച്ചു കഴിഞ്ഞപ്പോൾ അത് അവിടെ ആകെ പരന്നു, മാത്രമല്ല ഒരു നാറ്റവും വന്നു. അപ്പൊ എന്താ ചിന്തിച്ചത്? നിയർ ബൈ ദ പോണ്ട്, അടുത്തുള്ള കുളത്തിൽ പോയിട്ട് മുഖം വാഷ് ചെയ്യാൻ ചിന്തിച്ചു. Then she saw many animals on the pond. Goat, tortoise, crane, stork, frogs, buffalo see in the pond. ധാരാളം മൃഗങ്ങളെ, ജീവികളെ ആ കുളത്തില് കണ്ടു. Different animals move in different ways to go from one place to another. Some animals walk, some crawl, some fly, and some swim. For this, some animals use their feet, some use their wings. Some animals even take the help of their tail. Different animals move in different ways to go from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മൃഗങ്ങൾ പോകുന്നത് വ്യത്യസ്ത രീതിയിലാണ്. ഈ ജീവികളെ ഇങ്ങനെ ജീവികൾ നടക്കുന്നതിനനുസരിച്ച് അവയുടെ ചലനത്തിനനുസരിച്ചിട്ട് ജീവികളെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം, വിഭാഗങ്ങളാക്കി തിരിക്കാം. 4 കാറ്റഗറൈസ്, 4 വിഭാഗങ്ങളാക്കിയിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് അവയെ? നമുക്ക് mammals, insects, reptiles and birds. We have to classify the animals in 4 categories. Mammals walk mammals, they give birth to young ones and feed them with their own milk. Goat, elephant, etc. സസ്തനികൾ എന്താണ്? സസ്തനികൾ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടുന്നത്. നമുക്കറിയാം ജീവികളെ നമ്മൾ അനിമൽസ് പറഞ്ഞ ജീവികൾ, ജീവനുള്ള ജന്തുക്കളെയാണ് ജീവികൾ എന്ന് പറയുന്നത്. ഈ ജന്തുക്കളെ നമുക്ക് 4 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാൻ സാധിക്കും. സസ്തനികള്, ഇൻസെക്ട്സ് പറഞ്ഞാല് പ്രാണികള്, ജീവികള്, അതുപോലെ തന്നെ അതായത് ഷഡ്പദങ്ങൾ എന്ന് പറയാറുണ്ട്. പിന്നെ ഏതാണ്? ബേർഡ്സ്, പക്ഷികള്, പിന്നെ റെപ്റ്റൈൽസ്, ഉരകങ്ങള് എന്നിങ്ങനെ തരംതിരിക്കാം. അതിൽ മാമൽസ്, സസ്തനികള് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ട്. ഗോട്ട്, കൗ, കാറ്റ്, എലിഫന്റ് ഇങ്ങനെയുള്ളതൊക്കെ സസ്തനികളാണ്. They give birth to young ones and feed them with their own milk. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തും. Then next is insects. Insects have 6 legs. Small animals with 6 legs, most of them wings, butterfly, honeybee, etc. They are insects. ഷഡ്പദങ്ങൾ 6 ലെഗ് ഉണ്ട്, അവയെ വിളിക്കുന്നതാണ് ഷഡ്പദങ്ങൾ. Then birds are flying animals. They are only flying animals. They have light body. ചെറിയ ശരീരമല്ലേ ഉണ്ടാവുക പക്ഷികൾക്ക്. Examples crow, sparrow, peacock, crow, etc. Then reptiles are crawling, ഇഴയുന്ന ജീവികൾ, snakes, etc. Animals live in different places. Some animals live in trees,
some in water, some live on land, some live under the ground, and some fly in the sky. Some animals can live in our house. Animals can live in different places. Some animals live in trees, monkeys, squirrels, etc. Some in water, fish, etc. Some live on land, tiger, dog, etc. Some live under the ground, rat, snakes, etc. And some fly in the sky, crow, sparrow, etc. Some animals even live in our houses, pet animals, lovebirds. ജീവികളെ അവയുടെ താമസത്തിനനുസരിച്ച് എല്ലാ ജീവികളും ഒരേപോലെയല്ല ജീവിക്കുന്നത്. ചില ജീവികള് ചില ജന്തുക്കള് മരത്തിന്റെ മുകളിൽ ജീവിക്കുന്നുണ്ട്. മരത്തിന്റെ മുകളിൽ ജീവിക്കുന്ന ജീവികളെ നിങ്ങൾക്ക് അറിയില്ലേ? ഏതൊക്കെയാണത്? അണ്ണാന് അല്ലേ? അതുപോലെ തന്നെ മരത്തിന്മേൽ ജീവിക്കുന്നത് കുരങ്ങന്. സം ലിവ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്ന ജീവികളുണ്ട്, ടൈഗർ, ഡോഗ്, എക്സെട്ര. സം ലിവ് ഓൺ അണ്ടർഗ്രൗണ്ട്, മാളത്തിൽ ജീവിക്കുന്ന ജീവികള്, മാളത്തിൽ വസിക്കുന്നത് എലി, അതുപോലെ തന്നെ പെരിച്ചാഴിയൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ സം ഫ്ലൈ ഓൺ ദ സ്കൈ, ആകാശത്തിൽ പറക്കണ ജീവികള്, കാക്കയും പരുന്തും ഒക്കെ പറക്കണതാണ്. സം അനിമൽസ് ഈവൻ ലിവ് ഇൻ അവർ ഹൗസസ്, ചിലത് ജീവിക്കുന്നത് നമ്മൾ വളർത്താറുണ്ട്, സ്നേഹം കൊടുത്ത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പെറ്റ് അനിമൽസ് ഉണ്ട്. So we do the work on our textbook. Can fly, can crawl, can walk, can hop, have wings, have feet, have a tail. So we do all the textbook work in our next class. Okay, we concluded our class. Today we study about animals. What is animals? Animals are living things that can breathe, grow and can move from one place to another. We can categorize the animals in 4 categories: insects, birds, reptiles and mammals. Insects are small animals with 6 legs. Most of them have wings. Example, butterfly, honeybee, mosquito, example. Then birds, they are the only animals with feathers on their body. They have light body. Example, sparrow, crow, etc. Then mammals, they give birth to young ones and feed them with their own milk. Example, dog, cat, cow, etc. Then last is reptiles, crawling animals like snakes, etc. All animals are living different places. So we read our textbook. Okay, thank you. Namaste.